പി രാജേഷ്, ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് കാര്യത്തിൽ അതിന്റെ കൺവിക്ഷൻ റേറ്റിൽ രാജ്യത്ത് ഒന്നാമതാണെന്നുള്ള കാര്യത്തിൽ സംസ്ഥാനം കടന്നുപോയി. നമ്മൾ മൂർഖൻ ആരാണ്? മൂർഖൻ രാജേഷിനെ പിടികൂടിയ കാര്യത്തിൽ, ഡൽഹിയിൽ പോയ കാര്യത്തിൽ, ഹൈദരാബാദിൽ പോയി പ്രതിയെ പിടികൂടിയ കാര്യമൊക്കെ ഇന്ന് ഈ അടിയന്തര സഭയിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടിയായി പറയുന്നുണ്ട്. ഒക്കെ കണക്ക് വെച്ച് ശരിയുമാണ്. പക്ഷേ നാൾക്ക് നാൾ ലഹരി വ്യാപനം അടിത്തട്ടിൽ കൂടുതൽ സജീവമാണ്. നാൾക്ക് നാൾ കൂടുതൽ കേസുകൾ ഉണ്ടാവുന്നുണ്ട്. നാൾക്ക് നാൾ കൂടുതൽ പേർ പിടിയിലാവുന്നുണ്ട്. നാൾക്ക് നാൾ കൂടുതൽ ബ്രൂട്ടലായ കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നുമുണ്ട്. ശ്രീ റോജി എം ജോൺ. ഹാഷ്മി പറഞ്ഞത് 100% ശരിയാണ്. ഓരോ വർഷവും കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് നർക്കോട്ടിക് കേസുകൾ വർദ്ധിച്ചു വരുന്നതും അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന കാഴ്ചയുമാണ് കാണുന്നത്. ഏതാണ്ട് 2016 6000-ഓളം ആളുകളാണ് NTPS കേസിൽ അറസ്റ്റ് ചെയ്തത് എങ്കിൽ അത് 2024 ആയപ്പോഴേക്കും കൂടെ ഏകദേശം 27,000 30,000-നോട് അടുത്ത ആളുകൾ NTPS കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കാഴ്ച കാണുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്രയധികമായിട്ട് ലഹരിയുടെ വ്യാപനം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട്, അതായത് സ്പോർട്സ് അക്കാഡമികളിലും സിനിമാ സെറ്റുകളിലുമൊക്കെ രഹസ്യമായി കൈമാറുന്ന ലഹരി നാളുകളിൽ കേരളത്തിൽ പരസ്യമായി കച്ചവടം ചെയ്യപ്പെടും എന്ന് അദ്ദേഹം ആ സിനിമയിൽ ഒരു ഡയലോഗാണെങ്കിലും ഇന്നത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ പരസ്യമായി ലഹരി കച്ചവടം നടത്തുന്ന ഒരു രീതിയിലേക്ക് ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ഒരു തലമുറയുടെ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന ഒരു വൈറസായിട്ട് ലഹരി മാറുകയാണ്. ഇപ്പോൾ താമരശ്ശേരിയിലെ കേസായാലും കൊടുങ്ങല്ലൂരിലെ ആയാലും ചേന്നമംഗലത്തെ ആയാലും കോട്ടയത്തുണ്ടായ കേസുകളായാലും ഇപ്പോൾ ഇവിടെ നേരത്തെ അല്പം മുമ്പ് ഇവിടെ ഒരു കേസ് വിവരിക്കുകയുണ്ടായി. നമുക്ക് കേട്ടിരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ കാണേണ്ടുന്ന ഒരു കാഴ്ച, ഒരു കാലത്ത് ലഹരി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ മനോനിലയെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് എങ്കിൽ ഇന്ന് അത് അക്രമങ്ങളുടെ, അതായത് ക്രൈമിൻ്റെ ഒരു മെയിൻ സോഴ്സായി, ഒരു മെയിൻ കാരണമായിട്ട് മാറുന്നു. വലിയ തോതിലുള്ള കേട്ടുകേൾവിയില്ലാത്ത കുറ്റകൃത്യങ്ങൾ, അക്രമങ്ങളിലേക്ക് ഈ ലഹരി നയിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ ഭരണകക്ഷിയിലുള്ള MLA ഉൾപ്പെടെ ശ്രീമതി കാനത്തിൽ ജമീല സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, പല കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്കത് പോരാ, നമുക്കിത് കൂടുതൽ എഫക്റ്റീവ് ആവണം, എൻഫോഴ്സ്മെൻറ്റ് കൂടുതൽ എഫക്റ്റീവ് ആവണം, നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഉണ്ടാവണമെന്ന് ഭരണകക്ഷിയിൽ നിന്ന് MLA പോലും പറയുന്ന തരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച കാണുകയുണ്ടായി. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊന്നും പര്യാപ്തമല്ല എന്നുള്ളതാണ്. ഞാനൊരു കാര്യം അടിവരയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഹാഷ്മി. ഇത് രാഷ്ട്രീയമായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും കാണാം. ഞാൻ പറയും, കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ വ്യാപനം, ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടിതമായിട്ടുള്ള സർവ്വസന്നാഹവും ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ള സംശയം ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. കാരണം പലപ്പോഴും കാണുന്ന കാര്യം എന്താണെന്നറിയോ, എക്സൈസ് ഓഫീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ കാണുന്നത് എക്സൈസ് കേസുകളിൽ പോലീസുകാർക്കായാലും എക്സൈസ് ഉദ്യോഗസ്ഥർക്കായാലും പല പ്രതികളെയും പിടിക്കാനും അവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാനും ഭയപ്പാടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി, ഒരു പോലീസുകാരനെ തന്നെ ഒരു പ്രതി ചവിട്ടിക്കൊല്ലുന്ന കാഴ്ച നമ്മൾ കാണാനിടയായി. എന്ന് വെച്ചാൽ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ ഒരു ലഹരി മാഫിയ അതിൻ്റെ പിന്നിലുള്ള ആളുകളുടെ പിന്നാലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവന് തന്നെ ജീവന് ഭീഷണിയാകുമോ എന്ന് തോന്നുന്ന തരത്തിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് പ്രതിരോധിക്കണമെങ്കിൽ സർക്കാർ സർവ്വസന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അടിച്ചമർത്താൻ, ഇതിനെ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സർക്കാർ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയധികമായിട്ട് ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്നു, ഇത് മാർക്ക് ചെയ്ത് വെച്ചോളൂ, നാളുകളിൽ ഈ സ്ഥിതി തുടർന്നു പോയാൽ നാളെ ഒരു സർക്കാർ വിചാരിച്ചാൽ പോലും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത തരത്തിലേക്ക് ഈ ലഹരി മാഫിയ കേരളത്തിൽ വളരും. ഇന്ന് ഏതാണ്ട് അതിനടുത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന് പറയാതിരിക്കാൻ തരമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സാഹചര്യങ്ങൾ പരിശോധിക്കുമെന്നുണ്ടല്ലോ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ സ്റ്റാഫിൻ്റെയൊക്കെ സ്ട്രെങ്ത് പരിശോധിച്ചാൽ കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് മൊത്തം ഉള്ളത് ഏതാണ്ട് 5000-നും 6000-നും ഇടയ്ക്ക് മാത്രമുള്ള ഒരു സ്ട്രെങ്താണ്. ഇത്രയും ലഹരിയുടെ വ്യാപനം നടക്കുമ്പോൾ ഈ 5000-നും 6000-നും ഇടയ്ക്ക് സ്ട്രെങ്ത് ഉള്ള ഒരു ഫോഴ്സിനെ വെച്ചുകൊണ്ട് ആധുനികമായിട്ടുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പല എക്സൈസ്, ഇപ്പം ഞാൻ അങ്കമാലി നമ്മൾ റേഞ്ചിൽ നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ട്. എന്താണ് അവിടെ അവരുടെ കയ്യിലുള്ളത്? ആകെ ഒരു വണ്ടിയും പിന്നെ ഒരു ലാത്തിയും പിന്നെ ആകെ ഒരു ഗണ്ണും മാത്രമാണുള്ളത്. ഇന്ന് ലഹരിയുടെ വ്യാപനം നടക്കുന്ന അല്ലെങ്കിൽ കച്ചവടമൊക്കെ നടക്കുന്നത് പലതും ഡാർക്ക് വെബിലാണ്. ഓൺലൈൻ കൂട്ടായ്മകളുണ്ട്.
അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേക കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കച്ചവടം നടത്തുന്ന ഇതിൻ്റെ ട്രേഡിംഗ് നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ പ്രതിരോധിക്കുവാനായിട്ടുള്ള എന്ത് സംവിധാനങ്ങളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ സേനയുടെ ഭാഗത്തുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സംവിധാനവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സിവിൽ എക്സൈസ് ഓഫീസർമാർ, അതുപോലെ പ്രിവെൻറ്റീവ് ഓഫീസർമാർ പല സ്റ്റേഷനുകളിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ, പല റേഞ്ചുകളിലും അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഓരോ എക്സൈസ് ഓഫീസുകളും പ്രവർത്തിക്കുന്നത് പരിമിതമായിട്ടുള്ള സ്റ്റാഫ് സംവിധാനത്തിൽ, പരിമിതമായിട്ടുള്ള സാങ്കേതിക സഹായത്തിൽ, സാങ്കേതിക സംവിധാനങ്ങളിൽ ഒക്കെ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ നില മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടതുപോലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കേട്ടതുപോലുള്ള കേസുകൾ കേരളത്തിൽ ആവർത്തനം ഉണ്ടാവും എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ തന്നെ ആയിട്ടുണ്ടെന്ന് ഇപ്പൊ തന്നെ ആ പരുവത്തിലേക്ക് എല്ലാ ദിവസവും എന്നോണം ഇത്തരം വാർത്തകൾ വരുന്നുണ്ടല്ലോ.